ദിയ അങ്ങനെ തരുന്നോണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. ഏതിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത്? ഈ ചാനലുകാരുടെ മുമ്പിൽ ധൈര്യമായിട്ട് സംസാരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നില്ലേ എന്തൊരു പുലിക്കുട്ടികൾ അല്ലെ, എന്തൊരു ക്ലാരിറ്റിയോടെയാണ് ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് തോന്നില്ലേ? എന്നാൽ ഈ പുലിക്കുട്ടികളുടെ മറ്റൊരു മുഖം കണ്ടാലോ? മോഷണം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളുടെ മുന്നിൽ അത് സമ്മതിച്ചിരുന്നു കൊണ്ടുള്ള ഇവരുടെ ഒരു മുഖമുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കണ്ടോ. മുൻപൊക്കെ നമ്മൾ 30,000-40,000 രൂപയുടെ സെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ദിയ നമുക്ക് ഒരു ഇൻക്രിമെന്റ് പോലെ 6,000 5,000 ഒക്കെ തരുമായിരുന്നത്രേ. അതുകൊണ്ടാണ് നമുക്ക് മറ്റേനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരാഞ്ഞത്. കാരണം ഇവർക്ക് ഇത്രയും പേയ്മെന്റ് വരുമ്പോൾ നമ്മളിപ്പോ മന്ത്ലി അവർക്ക് ഒരു 30,000 രൂപ 40,000 കൊടുക്കുമ്പോൾ ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്കൊരു 5,000 6,000 രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു. അപ്പൊ ദിയ അങ്ങനെ തരുന്നോണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. എന്തിനെ കുറിച്ച്? കട്ടെടുക്കുന്നതിനെ കുറിച്ച് അല്ലേ? നിങ്ങൾ വരണം, നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപയും വെച്ച് നിങ്ങളെ ഒന്ന് എനിക്ക് കണ്ടാൽ മതി, വേറെ ഒരു ആവശ്യമില്ല, ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും, ആ പൈസയും മേടിച്ച് എന്ന് പറഞ്ഞ്. ഞാൻ പ്രേക്ഷകരോടൊരു കാര്യം ചോദിക്കട്ടെ. ദിയയുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇതേപോലെ നമ്മുടെ ഒരു വിഷമാവസ്ഥയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച ഒരു സ്റ്റാഫ് നമ്മളെ പറ്റിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചെടുത്തിരിക്കുന്നു എന്നറിഞ്ഞൊരു സന്ദർഭത്തിൽ ഇതുപോലെ നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ കാശ് മേടിക്കും, ഇങ്ങനെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവോ? അതുപോലും ആ കൊച്ചിനുണ്ടായെന്നുള്ളത്. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടാണോ ഇവരുള്ളത് അവിടെ നിന്ന് വളഞ്ഞിട്ട് പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും അല്ലെ, നമ്മുടെ കാശ് കിട്ടാൻ വേണ്ടി. എത്ര സംയമനത്തോടുകൂടി ഈ ഒരു ശാരീരികമായിട്ട് ഏറ്റവും മോശമായ അവസ്ഥയിൽ ആ കുട്ടി ഇടപെട്ട് നോക്കി. അതൊരു കുറ്റമായിട്ടാണ് ഇവര് പറയുന്നത്. കട്ടെടുത്തതും പോരാ, ഇങ്ങനെ നിന്ന് പറയാൻ ഒരു അല്പം തൊലിക്കട്ടിയൊന്നും പോരാ. വച്ചേ രാവിലെ 10 മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിനു ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിനു ശേഷം എന്തിനാണാവോ പൈസ കൊടുത്തത്? കക്കാത്ത ആൾക്കാർക്ക് ചുമ്മാ ഇങ്ങനെ വിളിക്കുമ്പോ തന്നെ ഓടിച്ചൊന്ന് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ കണക്ക് മനസ്സിലായില്ല. ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേര് 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. വീട്ടുകാർ ഓരോരുത്തരായിട്ട് ദിയ വിളിച്ചതാണോ പ്രശ്നം, അതോ അവർ ഓരോരുത്തരും ഓരോ കാറിൽ വന്നതാണോ പ്രശ്നം, അതോ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുത്തതാണോ പ്രശ്നം? അല്ല, ദിയയുടെ അനുവാദത്തോടു കൂടിയാണോ അവിടെ ശമ്പളത്തിന് നിന്നിട്ട് ആളുകളുടെ പേയ്മെന്റ് ചെയ്യുന്ന പൈസ മുഴുവനും കട്ടെടുത്തത്? മോഷ്ടാക്കളോട് സാധാരണ ഇടപെടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലൊന്നും അല്ല സത്യത്തിൽ ഇവർ ഇടപെട്ടിരിക്കുന്നത്. അതിനെക്കാട്ടിയൊക്കെ ഒരുപാട് മാന്യമായിട്ടാ. അതൊന്നും പോരെന്നാണോ? ഇനി മോഷ്ടാക്കളുടെ വീഡിയോ എടുക്കാൻ നിങ്ങളോട് അനുവാദം കൂടി ചോദിക്കണോ തമ്പ്രാട്ടി? ദിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് മണ്ണാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്തു വന്നില്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്ന്. കൊള്ളാം. അതുകൊണ്ടാണോ രമ്യമായിട്ട് അവര് വിളിച്ചു വരുത്തി 8 ലക്ഷത്തോളം രൂപ തിരികെ വാങ്ങി ബാക്കി ഒരു 15 ലക്ഷമൊക്കെ പിന്നെ കൊടുക്കാമെന്ന ധാരണയിൽ ഒപ്പിട്ടൊക്കെ നിങ്ങളെ പറഞ്ഞു വിട്ടത്? മെയ് 30-ാം തീയതി നടന്ന സംഗതിയല്ലേ ഇത്? ദിയയ്ക്ക് ഇതൊരു കണ്ടന്റ് ആക്കാനാണെങ്കിൽ അത് അന്ന് സാധിക്കുമായിരുന്നു. ഇതുവരെ അവര് ചെയ്തില്ല. ആരാണ് ഇതിപ്പോ പബ്ലിസിറ്റിക്ക് എത്തിച്ചത്? നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് തീരെ പബ്ലിസിറ്റി ആവശ്യമില്ല അല്ലെ? ഇത് ഞങ്ങൾ വിശ്വസിക്കണം. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതിന്റെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ലീഗലി മൂവ് ചെയ്യാൻ ഇരുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. എത്ര നാള്? മെയ് 30 മുതൽ അത്രയും നാളൊക്കെ ഒരു കേസ്, ഒരു തട്ടിക്കൊണ്ടുപോയ കേസ്. ലീഗലി മൂവിങ് ഭയങ്കര പ്രശ്നമാണ് ഒരു കേസ് കൊടുക്കാന്. എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ ഓടി ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അവിടെ ചെന്ന് എന്റെ കാര്യം അവരോട് അറിയിച്ച് അതിന്റെ തെളിവുകൾ സബ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ തെളിവുകളുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് പിന്നെ കോടതിയിലേക്ക് മാറ്റാനൊക്കെ സമയം എടുക്കുമെന്ന് വിചാരിക്കും. എന്നാൽ ഈ ആദ്യത്തെ നടപടികൾക്ക് എന്തിനാണ് ഇത്രയും ദിവസം? വ്യക്തമായില്ല. ഇത് സത്യത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് നിങ്ങൾ എടുത്ത സമയമല്ലേ? കൗണ്ടർ കേസ് കൊടുത്തിട്ട് നിങ്ങളുടെ മുഖം വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തൊരടവ്, അതിനല്ലേ ഇത്രയും സമയം എടുത്തത്? ഇതിങ്ങനെ ആലോചിച്ച് എന്തൊക്കെ പറയണം? കൃഷ്ണകുമാറിനെതിരെ BJP-നെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയം കുത്തിപ്പിടിച്ച് ജാതി കൂട്ടുപിടിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു പോകാൻ പൊതുജനത്തിന്റേതായിട്ടുള്ള സിമ്പതി കിട്ടാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് പഠിച്ചിട്ടല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അഹാനയുടെ വീഡിയോയിൽ കാണുന്ന മുഖമാണോ ഇപ്പൊ ഈ പെങ്കൊച്ചിന്? അന്ന് എന്തായിരുന്നു ഈ കഥയൊന്നും അന്ന് അറിയാൻ പാടില്ലായിരുന്നു. ആ മുഖം ഒന്നും കൂടി കണ്ടാലോ? അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ 2 സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മൾ അറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. അയ്യോ, ഇവരറിയാത്ത ഒരു വണ്ടിയിൽ 3 വണ്ടികളിലായിട്ട് സ്ട്രേഞ്ചേഴ്സിനെ പോലെ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയണം. ഇവരുടെ അനുവാദം ഇല്ലാതെ ഇവരെ പിടിച്ച് തള്ളി അകത്തേക്ക് കയറ്റി കൊണ്ടുപോയി. അറിയാത്ത ആളുകൾ അങ്ങനെ കയറ്റിക്കൊണ്ടു പോകുന്നത് മോശമാണ് കേട്ടോ. ശരിയാണ്, ഈ കൊച്ചിന്റെ കൂടെയാണ് ഞാൻ ആ കാര്യത്തിൽ. അറിയാത്ത ആളുകൾ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. കൃഷ്ണകുമാർ സാറിന്റെ 4 മക്കളും ഭാര്യയും പിന്നെ അവരുടെ 3 പേഴ്സണൽ ഡ്രൈവേഴ്സും അതുകൂടാതെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഓ, ഇത്രയധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ പ്രേക്ഷകരെ? എനിക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് സ്ട്രേഞ്ചേഴ്സ് അല്ലേ. ഈ പറയുന്ന കൃഷ്ണകുമാറിനെയും അദ്ദേഹത്തിന്റെ മക്കളെയും ഭാര്യ അറിയാം, ബാക്കി ആരെയും നമുക്കറിയില്ല. ഇവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പൊ കുറച്ചു മുമ്പ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞത്
അറിയാത്തവര് നിർബന്ധിച്ച് കാറി കയറ്റിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത്. ഇതിപ്പോ കൃഷ്ണകുമാറിന്റെ 4 മക്കളെ അറിയാം, ഭാര്യ അറിയാം, ഒരു റിസപ്ഷനിസ്റ്റിനെ ക്യാമറയിൽ വീഡിയോ എടുക്കാൻ വന്ന ആളെ വരെ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. നുണ പറയുമ്പോഴേ ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അത് ചോറ് തിന്നുന്ന ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ശരി, അടുത്ത കള്ളം പോരട്ടെ. ഞങ്ങളുടെ 3 പേരുടെ ഫോൺ ബലമായിട്ട് പിടിച്ചു വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് നമ്മളൊരു പേഴ്സണൽ യൂസർ ഇല്ലാതെ ഏത് ബാങ്കുകാരാണ് 1 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ QR കോഡ് വെച്ച് കട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ രീതി ഉപയോഗിച്ച് ഇത്രയും ലക്ഷം രൂപയുടെ കള്ളത്തട്ടിപ്പ് ഈ പെണ്ണുങ്ങൾ നടത്തുമോ? അതെ, ഒരാളുടെ പേഴ്സണൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ GPay ആയാലും അല്ലെങ്കിൽ ആ ബാങ്കിന്റെ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ മെയിലിലേക്ക് ഈ പറയുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് വരും. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. അതിന് ആ യൂസറുടെ ഫോൺ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങളുടെ ഫോൺ അവർ മേടിച്ചു എന്നല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഒരല്പം ബുദ്ധി പഠിക്കാൻ വിട്ടപ്പോഴേ പഠിക്കണമായിരുന്നു. നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് മണ്ണാവും. നിങ്ങൾ എന്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും. ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. ഇത്രയൊക്കെ ചെയ്ത് ദിയ ഒരു ക്രൂര തന്നെ, സമ്മതിക്കാതെ വയ്യ. മെയ് 30-ാം തീയതിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഇത്രയും ദിവസമായിട്ടും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയ ദിയയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളോട് എന്ത് വലിയ കരുണയാണ് കാണിച്ചത് നിങ്ങൾക്ക് അറിയാമോ പെണ്ണുങ്ങളെ? നിങ്ങളൊക്കെ വിചാരിക്കുന്നതിന് ഇരട്ടി നിങ്ങളെ കൊടുക്കാനായിട്ട് അവർക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. അന്ന് തന്നെ ഈ വീഡിയോസും കാര്യങ്ങളും ലീഗലി മൂവ് ചെയ്ത് അവരുടെ തന്നെ വ്ളോഗിലൂടെയൊക്കെ പുറത്ത് വിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പോലും ഇന്നുണ്ടാവില്ലായിരുന്നു. അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞേനെ. പക്ഷെ ഹ്യൂമാനിറ്റി നോക്കി, നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി നോക്കി അവരിതൊന്നും ചെയ്തില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ എന്താ അവർക്ക് കൊടുത്തത്? കൗണ്ടർ കേസ് കൊടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ മുഖം ഇപ്പൊ പച്ചയ്ക്ക് വെളിച്ചമായി. എല്ലാവരും കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഇനി ആരെങ്കിലും ഒരാൾ അയാളുടെ സ്ഥാപനത്തിൽ വിശ്വസിച്ച് ജോലിക്ക് എടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ കൂടെ അവസ്ഥയാണ്. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ മോശപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ ഭയക്കും. അത് കമ്മ്യൂണിറ്റിയുടെ പേരിലാവുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കല്ലേ, അങ്ങനെ ഒരു ഗതികേടിലേക്കല്ലേ ഒരു അവസരം തന്നിട്ടും നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? നിങ്ങളുടെ വാക്കുകളിൽ എത്രത്തോളം നുണയുണ്ടെന്നുള്ളത് നിങ്ങളുടെ ശരീരഭാഷയിലും അവരുടെ വീഡിയോകൾ, അവർ പുറത്തുവിട്ട വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമാണ്. കഷ്ടം. അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതെ, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ദിയ പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കക്കു എന്നുള്ള കാര്യം പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഞാൻ ആ വീഡിയോ ഒന്നും കൂടി പ്ലേ ചെയ്യാം. ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ഇവരത് പറയുന്നതാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. അഹാന പറയുന്നുണ്ട് നിങ്ങൾ സോപ്പിടയൊന്നും വേണ്ടാന്ന്. അത് എത്ര കൃത്യമാണെന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല. എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവള് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്? മാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ അവർ നിൽക്കുക. അവരുടെ അച്ഛനമ്മമാര് പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും എന്താണ് ചെയ്തത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടാൽ അറിയാം അടപടലം പൂട്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഉള്ള സറണ്ടർ ഫീലാണത്. അത്രയും അങ്ങ് പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സറണ്ടർ ഫീലാണ്. എന്നാൽ ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഭാവം ഒന്ന് കേട്ട് നോക്കി. അവര് ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസ് ആണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും 15 ലക്ഷം രൂപ 3 ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ. പക്ഷെ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് നല്ല ട്രെയിനിങ് ആണ് വക്കീൽ വന്നിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് കൗണ്ടർ കേസുമായി പുറത്തു വന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കുട്ടി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. അതായത് 8 ലക്ഷം രൂപ കൊടുത്തത് പോരാതെ നിങ്ങൾ മോഷ്ടിച്ച 15 ലക്ഷം രൂപ ഈച്ച്, ഓരോരുത്തരും മോഷ്ടിച്ച 15 ലക്ഷം രൂപ തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ചെക്കിൽ ഒപ്പിട്ട് മേടിച്ചു അന്ന് അവിടെ ചെന്നപ്പോ. ഈ കാശ് കൊടുക്കാതെ ഇനി നിങ്ങൾക്ക് നിവൃത്തിയില്ല. അതിനെ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ എഴുതി വാങ്ങിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതും നിങ്ങളുടെ വക്കീലിന്റെ ബുദ്ധിയല്ലേ? പക്ഷെ പറഞ്ഞു തന്നെ എന്തായാലും ചീറ്റി പോയിട്ടുണ്ട്.
അതാണല്ലോ ഇപ്പൊ ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ്. ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാരിക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട, പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. എന്ത് വിശാല മനസ്കരായ ജോലിക്കാരല്ലേ. ഗർഭിണി ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട, ഡെലിവറി കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചു. ആകെ 69 ലക്ഷം രൂപ കട്ടു എന്നൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനൊരു സ്ട്രെസ് അല്ലല്ലോ. പക്ഷെ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേക ഒരു സ്വഭാവമാണ്, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ. അതെ, ദിയയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര ലക്ഷം രൂപ ഒരു കരുണയില്ലാതെ വഞ്ചിച്ച നിങ്ങളെയൊക്കെ വിളിച്ചെടുത്ത് ഇത്ര സൗമ്യയോടെ സംസാരിക്കും. വേറെ വല്ലവരായിരുന്നെങ്കിൽ മക്കളെ ഇതുപോലെ എണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള ചങ്കുറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു. നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്. ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവര് നമ്മളെ പോലെയല്ല. എടുത്ത് നീട്ടി ജാതിക്ക, ഇതാണ് അവസാനത്തെ അടവ്. ഇതും ആ വക്കീലിന്റെ ബുദ്ധി തന്നെയല്ലേ. വക്കീൽ പറഞ്ഞാണ് മേഡം, ഈ അടുത്തായിട്ട് കേരളത്തിൽ എന്ത് കൊള്ളരുതായി കാണിച്ചാലും ഒരു കുഴപ്പവും ഇല്ല, ജാതിയിൽ താഴ്ന്നതാണ്, അതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ആരോപിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഇനി കോടതി ശിക്ഷിച്ചാൽ കോടതി സംഖ്യയാണെന്ന് പറയാം. അങ്ങനെ പല ഓപ്ഷൻസ് ഇപ്പൊ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കും ഇപ്പൊ ഈ പറയുന്നത്. ഇവർക്ക് സ്ക്രീൻഷോട്ട്സ് അഹാനയ്ക്ക് കിട്ടിയ അത് മാത്രം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ ഇവര് QR കോഡ് വഴി മാത്രം കട്ടിട്ടുണ്ടെന്നാ, ക്യാഷ് ആയിട്ട് വേറെയും കട്ടിട്ടുണ്ട്, അക്കൗണ്ടിൽ അല്ലാതെയും പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതൊക്കെ ചേർത്താണ് 69 ലക്ഷം. ഇവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന തെളിവുകൾ വെച്ച് നോക്കിയിട്ട്. അപ്പൊ അത്രയും പൈസ കട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വക്കീൽ പറഞ്ഞു കാണും, ഒരു 10 ലക്ഷം രൂപ എനിക്ക് തന്നെ ഞാൻ ഐസായിട്ട് ഞാൻ ഊരിത്തരാം. സാംസ്കാരിക കേരളത്തിലെ ആൾക്കാരെ പറ്റിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജാതി എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ടാൽ മതി. പക്ഷേ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, മുക്കൂർ എന്ന് പറയുന്നത് OBC കാറ്റഗറിയാ, അല്ലാണ്ട് SC/ST ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ജാതീയമായി ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു കേസ് ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാവപ്പെട്ട പോലീസുകാർ അത് എടുക്കാതിരുന്നത്. ചുമ്മാ വാഗൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് കിട്ടിയാ കിട്ടി എന്നൊരു പ്രതീക്ഷയ്ക്ക് ഇത് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ 8,82,000 രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്നത് കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ്. ഷോ കഷ്ടായിപ്പോയി. 69 ലക്ഷം രൂപ കട്ടവരുടെ കയ്യിലും കഴുത്തിലും ഒക്കെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചു വെച്ചതും അതുകൊണ്ട് ഈ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ ഒക്കെ എന്റെ കാശ് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞതും വളരെ 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 മോശമായി പോയി. മോഷ്ടിച്ച ആൾക്കാരോട് ഇങ്ങനെയൊക്കെ ഇടപെടാൻ പാടുണ്ടോ? ഇവിടെ ഒരു ഹ്യൂമാനിറ്റി ഇല്ലേ? ആൾക്കാർക്ക് മനസാക്ഷി ഇല്ലേ? എവിടെ മനുഷ്യാവകാശ കമ്മിറ്റി? കുട്ടി കമ്മിയാണല്ലേ? ഈ സൗണ്ടൊക്കെ കേട്ടപ്പോ തോന്നി അവരെ ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. നമ്മളിപ്പോ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഒരു CCTV. അതല്ലെങ്കിൽ ഈ പോസ്റ്റാക്കൾക്ക് CCTV ഭയങ്കര പേടിയാവും. മോൾക്ക് മാത്രമല്ല, CCTV കണ്ടു കഴിഞ്ഞാൽ പിന്നെ കള്ളമൊക്കെ വെളിച്ചത്താവും. ഞങ്ങൾക്കിപ്പോ ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല. കള്ളന്മാരെല്ലാരും അങ്ങനെ തന്നെയാ, അവരാരും പബ്ലിക്കിലൊന്നും വരില്ല. അതുകൊണ്ടല്ലേ ഇരുട്ടത്ത് രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്നത്, അല്ലാണ്ട് പബ്ലിക്കിലൊക്കെ അവരെ കാണാൻ പറ്റുമോ? വളരെ ശരിയാ മോള് പറഞ്ഞത്. അവരെല്ലാം ആദ്യം കേസ് കൊടുത്തത്, ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്. അതെ, നിങ്ങളാണ് ആദ്യം കേസ് കൊടുത്തത്. അവര് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് 8 ലക്ഷം രൂപയും വാങ്ങി ബാക്കി നിങ്ങൾ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞ് ചെക്ക് ഒപ്പിട്ട് കൊടുത്ത് പോകുന്നതല്ലേ. അവര് നിങ്ങളെ കരുതിയാണല്ലോ ഇത് മീഡിയയിലേക്ക് കൊണ്ടുവരാതിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇത് കഴിയില്ലെന്നാണോ വിചാരം? നിങ്ങളെ കാലമൊക്കെ എത്രത്തോളം സ്വാധീനമുള്ള വ്യക്തിയാണ് കൃഷ്ണകുമാർ. അദ്ദേഹം രാഷ്ട്രീയപരമായി വിചാരിച്ചാലും അതല്ല, ഇനി സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കാനാണെങ്കിലും ഈസി ആയിട്ട് നടന്നു പോയി. അദ്ദേഹത്തിന്റെ മക്കൾക്കും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അവരത് ചെയ്തില്ലായിരുന്നല്ലോ. അവരത് ചെയ്യാതിരുന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അതിബുദ്ധി കാണിച്ചത്. ഇപ്പോ സത്യത്തിൽ ആരാണ് പ്രതി എന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് നിങ്ങൾ മൂന്നുപേരും തന്നെ. നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയതിന് മാത്രമാണ്. ഇപ്പൊ നിങ്ങളുടെ പണം ദിയ തട്ടിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് പരാതി കൊടുക്കുന്നത്. അതിന് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. കോർട്ട് അവധി ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. മൺഡേ കൊടുക്കും. നമ്മൾ കൊടുക്കാതിരുന്ന നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സത്യം പുറത്തു വന്നു. ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ദിയ ഇവരെ പറ്റിച്ചു എന്നാണ് ഇവരിപ്പോ പറയുന്നത്. പക്ഷെ അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതിന് തെളിവില്ല, അതിന്റെ കാര്യം. അപ്പൊ ലീഗൽ അഡ്വൈസ് എടുത്തപ്പോ ലീഗലി ഉള്ള അഡ്വക്കേറ്റ് പറഞ്ഞു, നിങ്ങൾ ക്യാഷ് കൊടുത്തില്ലെങ്കിൽ സീനാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാധീനമുള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കൗണ്ടർ കേസ് കൊടുത്ത് രാഷ്ട്രീയമായിട്ട് ഇവിടുത്തെ ആളുകളെ ഇളക്കി ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയാൽ ഇത് കുറച്ച് നാൾ ഇങ്ങനെ നീണ്ടു പൊക്കോളും. രണ്ടു പക്ഷവും പറഞ്ഞ് നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇത് ദുബായ് ഒന്നും അല്ലല്ലോ, ഇന്ത്യയല്ലേ എന്നൊക്കെ പറഞ്ഞതിന്റെ അഡ്വൈസിന്റെ പുറത്താണ് ചേച്ചിമാരെ ഈ പ്രസംഗം മുഴുവൻ നടത്തുന്നത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മള് ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പോലെ ദിയക്ക് പ്രശ്നമാണ്. അതൊക്കെ ജാതി വ്യത്യാസം ദിയക്ക് ഭയങ്കരമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് ദിയയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത്. അവര് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ആഴമുള്ളൊരു ചോദ്യമാണ്. എന്റെ അച്ഛൻ നായരാണ്, അമ്മ ഈഴവയാണ്, ഭർത്താവ് തമിഴ് ബ്രാഹ്മണാണ്, അപ്പൊ ഞാൻ എന്താ ജാതി എന്ന്. അങ്ങനെ പറഞ്ഞൊരു പെങ്കൊച്ചിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ചാണ് ഇവര് പറയുന്നത്. ജാതി വ്യത്യാസം ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് അത്ര. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം എന്നൊന്ന് കേട്ട് നോക്കിയേ. ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ
ഒരു മണി ചോറോ വല്ലതും താഴെ വീണാൽ ഞങ്ങൾ നല്ലപോലെ കിടന്ന് പറയും. ചോറ് താഴെ വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. നിങ്ങളൊക്കെ ഒരു ഇൻഡോർ ഷോറൂം എന്തിന്റെങ്കിലും ഒക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഷോറൂമിനുള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങളുടെ ജീവനക്കാരെ അനുവദിക്കാറുണ്ടോ? ഒന്നെങ്കിൽ ഒരു പാൻട്രി ഏരിയ ഉണ്ടാവും. ഇനി അതിനകത്താണ് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ തന്നെ ഭക്ഷണം താഴെ വീണാൽ നിങ്ങളുടെ ജീവനക്കാരെ വഴക്ക് പറയില്ലേ? വൃത്തിക്ക് കഴിക്കണം, കസ്റ്റമേഴ്സ് വരുമ്പോൾ ഫുഡിന്റെ സ്മെല്ലോ ഇതുപോലുള്ള അവശിഷ്ടങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങൾ പറയില്ലേ? ഇതൊരു കൊലക്കുറ്റമായി പോയി കേട്ടോ. മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഇങ്ങനല്ല ഇടപെടണ്ടെന്നാ പറയുന്നത്. ഇങ്ങനെ ഇടപെട്ടിട്ട് തന്നെ 69 ലക്ഷം കട്ട്. അപ്പൊ പിന്നെ തോളോട് ചേർത്ത് ഇടപെട്ടിരുന്നെങ്കിൽ കൊച്ചു ജീവിച്ചിരിക്കും. വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഈ സംസാരിക്കുന്ന കുട്ടി പറയുന്നത് ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ വേർതിരിവൊന്നും ഇവിടെ നടക്കില്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഭരിക്കുന്നതെന്നാണ്. അപ്പൊ ഈ കാര്യങ്ങളുടെയൊക്കെ ധൈര്യം എന്താണ് എന്നതിന്റെ കാരണം അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവർക്കൊരു ധാരണ വന്നു, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്നത് കൊണ്ടും കൃഷ്ണകുമാർ BJP ആയതുകൊണ്ടും ഈ തെണ്ടിത്തരത്തിന് ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിൽ സംസാരിച്ചാൽ കുറെ കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യുമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ഈ കേസ് അവർ ഏറ്റെടുത്തിട്ടില്ല. കാരണം ചോറ് തിന്നുന്ന ഒരു മനുഷ്യന് വ്യക്തമായിട്ട് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് കുഴപ്പം എന്നുള്ളത്. സ്ത്രീകൾ എന്നതിന്റെ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചോ ജാതിയിൽ കുറഞ്ഞവരെന്നതിന്റെ പ്രിവിലേജ് ഉപയോഗിച്ചോ ഒക്കെ എന്ത് തെറ്റ് ചെയ്താലും രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന ഇത്തരക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കാത്തത് കൂടിയായിരിക്കണം നമ്മുടെ സിസ്റ്റം. കറപ്റ്റഡ് ആയിട്ട് ജീവിക്കുന്നതിന് ഈ പറഞ്ഞ യാതൊന്നും ഒരു മാനദണ്ഡമല്ല. മനസ്സിലായില്ലേ? ഏത് ജാതിയാണെങ്കിലും ഏതു മതമാണെങ്കിലും സാമ്പത്തികമായി ഏത് രീതിയിൽ നിന്നാലും മോഷ്ടിക്കുന്നതിന് അതൊന്നും ഒരു ന്യായീകരണമല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ബോധമുള്ള ഒരു പാർട്ടിക്കാരനും വരില്ല മക്കളെ. നിങ്ങളുടെ ഭാവി ഇതോടുകൂടി തീർന്നു എന്നത് ശരിയാണ്. ഇനി കള്ളത്തരത്തിന് ഭാവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടും. അല്ലാതെ സത്യസന്ധമായി സിസ്റ്റം അനുസരിച്ച് നിയമം അനുസരിച്ച് മറ്റുള്ളവർക്ക് ഒരു കുഴപ്പം ചെയ്യാതെ മുന്നോട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും അവരുടെ ജീവിതത്തിന് നിങ്ങൾക്ക് ഒരു അവസരം നൽകില്ല. ഇതൊക്കെയും നമുക്കും ഒരു വലിയ പാഠമാണ് കേട്ടോ. നമ്മളും ഇതൊക്കെയും കണ്ടറിഞ്ഞ് ജീവിക്കേണ്ടതാണ്. ആരെയൊക്കെ കൂടെ കൂട്ടുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വ്യക്തമാണ്. ഏറ്റവും വൈകി അറിയുന്നിടത്തോളം നമുക്ക് അത്രയധികം ഡാമേജ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന സംഭാവനയുടെയും ഡൊണേഷൻസിന്റെയും കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് വേറൊരു ഓപ്പർച്യൂണിറ്റി, ഞങ്ങൾക്കും ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കും ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. മറ്റേത് ചാനലുകാരും ചെയ്യാത്ത രീതിയിൽ അത്രയും വില കുറഞ്ഞ എന്ന് തന്നെ ഞാൻ പറയാം. 999 ഒരു മാസം വരെയുള്ള പാക്കേജ് നമ്മുടേത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യുക. ഏതൊക്കെ പാക്കേജുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെയൊക്കെ കുറഞ്ഞ എമൗണ്ടിൽ പരസ്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.